അതിലൊന്നാമത്തെ ലക്ഷ്യം നിങ്ങൾ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാനുഗ്രഹം നേടുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ വചനം ശ്രവിച്ചു ഒരുക്കുക, അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് കുറേ എൻജിനീയറിംഗ് ഉണ്ട്. അതായത് ദൈവവചനങ്ങൾ ദൈവം ഏത് കാലത്തും ഏത് സമയത്താണ് കൃപ അതിൻ്റെ 100% റിസൾട്ട് നമുക്ക് തരുന്നത്, അഥവാ കൃപ ആർജിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്യൂൺ ചെയ്തെടുക്കേണ്ടത്, അതിൻ്റെ ഒരു എൻജിനീയറിംഗ് ഉണ്ട്. അത് ആ ജ്ഞാനസൂത്രങ്ങൾ ഒരു വ്യക്തിക്ക് പഠിച്ചാൽ റിലേഷൻ കുറച്ചുകൂടി ഈസിയാകും ദൈവവുമായിട്ടുള്ള. നമ്മുടെ മുമ്പിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം നമ്മളിലേക്ക് വരുന്നതിൻ്റെ പിന്നിൽ ഒറ്റ നോബാണ്. എന്താണ്? ദൈവത്തെ അറിയുക. അത് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളെടുക്കണം. ഈ നിത്യജീവൻ പോലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. ഡോർ ഓപ്പൺ ചെയ്യുന്നത്, എല്ലാ നിത്യജീവൻ്റെ പോലും ഡോർ ഓപ്പൺ ചെയ്യുന്നതും അതെല്ലാം താക്കോലെന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. അപ്പോഴും അനുദിന ജീവിതത്തിലും അത് തന്നെയാണ് വിഷയം. അനുദിന ജീവിതത്തിൻ്റെയും തടസ്സങ്ങളെ മാറ്റുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനുമുള്ള താക്കോല് ദൈവത്തെ അറിയുന്നതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് അനില എന്നും പറഞ്ഞൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അവർ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കൃപാസനത്തിൽ വന്നത്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാനൊരു സാധാരണ ധ്യാനകേന്ദ്രം ആണെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഈ പ്രഥമ നോഷൻ, ഫസ്റ്റ് നോഷൻ പലർക്കും അനിലയുടെ ഒരു നിലവാരമായിരിക്കും. ഒരു സാധാരണ ധ്യാനകേന്ദ്രമാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ധ്യാനകേന്ദ്രമല്ല എന്ന്. അങ്ങനെ മനസ്സിലാകാൻ കാരണം ഇവർ ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. അതാണ് പ്രശ്നം. കൃപാസനം ഒരു സാധാരണ ധ്യാനകേന്ദ്രം അല്ലെന്ന് അനില എങ്ങനെ മനസ്സിലായത്? ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാഞ്ഞത്? അപ്പോൾ നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ്, ജോലി, വീട്, വിവാഹം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വെക്കണമെങ്കിലും ഇത് ആദ്യത്തെ ഫേസിൽ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യാത്തത് കാരണം അവർ അത് തെറ്റായിട്ട് ഉടമ്പടി ചെയ്തത് കൊണ്ടോ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടോ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർക്ക് ഉടമ്പടി വൃത്തിയും മേനയായിട്ട് ചെയ്താലും വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് പരിപാടിയാണ് അങ്ങനെ പറയണത്? വൃത്തിയും മേനയായിട്ട് ഉടമ്പടി ചെയ്താൽ വർക്കൗട്ട് ചെയ്യുക? അതെ, നിങ്ങളെ കുറച്ചുകൂടി ഗുരുതരമായ ഉടമ്പടിയുടെ ഒത്തിരി ലെസൺസ് ഉണ്ട്. ആധ്യാത്മികതയിലും അങ്ങനെയാണ്. പ്രഥമ പാഠങ്ങളുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ഹെബ്രായർ 6:1. ഹെബ്രായർ 6-ാം അധ്യായം, ഹെബ്രായ ലേഖനം 6-ാമത്തെ 1-ാം വാക്യം. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രഥമ പാഠങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു, അതാണ് പ്രഥമ പാഠം. കൂടുതൽ കർത്താവ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിവേചിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ സാധ്യതയുള്ളവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രഥമ പാഠം തരത്തില്ല.
നീ വെയിറ്റ് ചെയ്യാൻ പറയും. അതാ വിഷയം. അല്ല, നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് അത് അനുഗ്രഹം കിട്ടില്ലെങ്കിൽ 4 കാലം വീണ് ഓടുന്ന പാർട്ടിയാണെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവിടെ ഇടുകയുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതായാലും കഷ്ടപ്പെട്ട് ദൈവത്തെ അറിയാൻ വേണ്ടി ഒരു ജീവിതത്തിൻ്റെ കണ്ണീർ കാലത്ത് വന്നില്ലേ, അത് നിനക്ക് മുമ്പോട്ട് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അനുഗ്രഹങ്ങളെ കൊടുത്തിട്ട് ഇതാണ് നിൻ്റെ വഴി, ഇവിടം വരെയാണെന്ന് പറയും. പക്ഷേ നിനക്ക് പഠിക്കണമെന്ന് സാധ്യതയുള്ളത് ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടാവും, പ്രത്യാശ ഉണ്ടാവും. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പം അങ്ങനെയൊക്കെ ദൈവാത്മാവ് സാധ്യത പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് അടയാളങ്ങൾ കുറയും. അപ്പോൾ എന്നിട്ട് ഈ അടയാളം കുറയുമ്പോൾ ഇവർക്ക് ഈ അടയാളം കുറയുന്നവർക്ക് 90% പേർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ സമയം ആകുമ്പോൾ ദൈവം തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. കാരണം ദൈവത്തിനുള്ള വിഷയം എന്ന് പറയുന്നത് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷേ എല്ലാം ഈസി അല്ല. അപ്പോൾ നിങ്ങളവർക്ക് എന്നാ പരിപാടിയോ അച്ഛൻ ഈ പറയണമെന്ന് ചോദിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അച്ഛനെ കേൾക്കണം. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ എല്ലാം ലളിതമാണെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? അതായത് എല്ലാം സാധ്യമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഒരുമിച്ച് പാടാം. സന്തോഷത്തോടെ പാടുക, സ്നേഹത്തോടെ ആരാധിക്കാം. ധന്യമായ ഒരു പ്രഭാതത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വാഗതം. പേടിച്ചോണ്ട് മത്തായി 19:26. മത്തായി 19:26. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പറഞ്ഞ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ ഈ ഒരു വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ നോട്ടാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതിവിടെ മാത്രമല്ല, ലൂക്ക 1:37 പറയുന്നുണ്ട്. അല്ലേ? ലൂക്ക 1:37 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് സൂചനയെ തന്നത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പക്ഷേ സാധ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ലളിതമല്ല, സിമ്പിളല്ല എന്ന്. അത് ഭയങ്കര സീരിയസ് ജ്ഞാനമാണത്. അതെന്താ കാര്യം ലളിതമല്ലെന്ന് പറയാൻ, സിമ്പിളല്ലെന്ന് പറയാൻ കാരണം, സിമ്പിൾ ആയിരുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനസ്സിലായില്ലേ? എല്ലാം ഇപ്പം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും മറ്റവൻ്റെ കോപ്പി അടിച്ചാൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ എന്ത് സിമ്പിളാണ്. മറ്റേ കോപ്പി അടിച്ചാലേ അടുത്ത് നിൽക്കണവൻ്റെ പരീക്ഷയിൽ നിന്ന് കോപ്പി അടിച്ചാൽ ജയിക്കുമെങ്കിൽ എന്ത് സിമ്പിളാണ്. പഠനം അത്ര സിമ്പിളല്ല, പരീക്ഷ ജയിക്കണത്ര സിമ്പിളല്ല. കാര്യം എന്താണ്? പഠിച്ചിട്ട് തന്നെയാണ് ജയിക്കേണ്ടത്. അതോടെ നീതിയുണ്ട് എൻ്റെ അടുത്ത്. എല്ലാ കാര്യത്തിലും നീതിയുണ്ട്. ശരിക്കും ദൈവ പൈതലിന് നീതി പൈതലെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. നീതി പൈതൽ എപ്പോഴും ഓർത്തേക്കണം. ഈ കവനൻ്റും ആൻഡ് നീതി പൈതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നീതി പൈതലെന്ന് ചിലപ്പോൾ കേട്ട് കാണത്തിലിരിക്കും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജോസ്ന ആൻ്റണി എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. അവളാണ് ഈ നീതി പൈതൽ പറയണത് ആദ്യമായിട്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലേ പണ്ടത്തെ സാക്ഷ്യമൊന്നുമല്ല. ആൾക്കാരൊക്കെ ഈ കവനൻ്റെ തലക്കടിച്ചിട്ട് ദൈവമായിട്ട് ജീവിച്ചിട്ട് മാതാവിൻ്റെ അറ്റപ്പറ്റ ജ്ഞാനത്തിലേക്കാണ് ഈ ആൾക്കാർ പോണത്. നീതി പൈതൽ. ഇവൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവളെ നീതി പൈതലും ദൈവം വിളിക്കാൻ കാരണം, ഇവളെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. ഇവിടെ മെഡിക്കലിന് ഫിറ്റല്ല ആളെ. അതാണ് പ്രശ്നം. മെഡിക്കലിന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിനൊരു വളവുണ്ട്.
എക്സ്റേയിലും ആ വളവുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഇനി ഇവൾക്ക് കയറിപ്പോണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ മെഡിക്കൽ വരണം. ആ മെഡിക്കലിന് പോകാൻ നേരത്ത് ജോസ്ന ആൻ്റണി പരിശുദ്ധാത്മാവ്, അത് ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഈ വേൾഡിലി ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ട് ആധ്യാത്മികത ആ ഒരു റേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ജോസ്ന മെഡിക്കലിൽ നിൽക്കുകയാണ്. അവളുടെ ലൈഫ് ഒന്നെങ്കിൽ സ്ഥലം നോയാകാൻ പോവുകയും, ഒന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ട് കയറിപ്പോകും, അല്ലെങ്കിൽ ഇതിനാലെ അവളുടെ ജീവിതം ഒടുങ്ങും. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ഇവൾ പറയുന്ന ഒരു ജ്ഞാനമുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ തോക്കും, ഞാൻ ഔട്ടാകും. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ ജയിക്കും, ഞാൻ കയറിപ്പോകും. പക്ഷെ ഒരു കാര്യം, നമ്മൾ തമ്മിലൊരു ധാരണ വേണം. ഞാൻ നേരത്തെ ഒപ്പിട്ട് തരികയും ഞാൻ തോറ്റാലും ജയിച്ചാലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇതാണ് കവനൻ്റെ റിലേഷനിൽ കയറിപ്പോണത്. അവരുടെ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തെ ഒരിക്കലും ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സുമായിട്ട് ആണ് നമ്മൾ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിൽ അങ്ങനെയാണ് മനുഷ്യൻ ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ഫിസിക്കൽ ബെനിഫിറ്റ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ ആനുകൂല്യങ്ങളുമായിട്ട് നമ്മൾ ദൈവത്തിനെ ലിങ്ക് ചെയ്യും. ഈ ലിങ്ക് ചെയ്യുന്ന തൊടൽ ഇവിടെ പൊട്ടിച്ച് കളയും. മെഡിക്കലിൽ നിൽക്കുകയാണ്, കർത്താവ് എൻ്റെ ഒരു ബോഡി വളവുണ്ടെന്ന് എനിക്കറിയാം, ഐ നോ ഇറ്റ്, എൻ്റെ നട്ടലിന് വളവുണ്ടെന്ന് എനിക്കറിയാം, ആ മെഡിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്, എൻ്റെ എക്സ്റേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് കയറിപ്പോയിരിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ ഞാൻ മെഡിക്കലിനെ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിൽ നേരത്തെ ഒരു ധാരണ വേണം. എന്താണ്? ഞാൻ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷന് ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന്. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നിലപാട് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും. കാര്യം ഇതിനെന്ന് വെച്ചാൽ ഒരു 10-75 മാർക്കുണ്ട് ഈ ഒറ്റ ഉത്തരത്തിന് 75 മാർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറയുകയാണ്, നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ ജീവിതത്തിൽ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷനെ ഇത് ബാധിക്കുന്നതല്ല. ആ റിലേഷൻ പോലെ തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഉടമ്പടി കാലത്തിനുള്ളിൽ ഈശോയുമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഇവർ നല്ലൊരു റിലേഷനിൽ ചെന്നായിരുന്നു. എന്നിട്ട് ഇവർ എപ്പോഴും ഈശോയോട് പറഞ്ഞു, ഈശോ ഉടമ്പടി നിയോഗം നീ തന്നെയാണെന്ന് പറയും. അതാണ് വിഷയം. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഇവർ ചെന്നായിരുന്നു. എന്താ പറയും, ഈശോ ഉടമ്പടിയുടെ നിയോഗം, എൻ്റെ നിയോഗം നീ തന്നെയാണ്, ബാക്കിയെല്ലാം ഇഫക്ട്സ് ആണ് എൻ്റെ. ബാക്കിയുള്ള ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എല്ലാം നീ തന്നാൽ ഞാൻ വാങ്ങിക്കും, ഐ ആം ഹാപ്പി. നീ തന്നില്ലെങ്കിൽ ഞാൻ ഹാപ്പി. കാര്യം എന്താണ്? എൻ്റെ നിയോഗം നീയാണെന്ന്. ദൈവസ്നേഹമാണ്. അത് പരിശുദ്ധാത്മ നിറയുമ്പോഴുണ്ടാകുന്ന ഒരു ജ്ഞാനമായിട്ട് വരണത്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അതുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായി എൻ്റെ മക്കൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ച് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കാണുവാനും, അത് എല്ലാം നഷ്ടപ്പെട്ടു, അത് നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നേടിയ പോലുള്ള ആന്തരിക ജ്ഞാനത്താലങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കണ്ടേ. ഹല്ലേലൂയ. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ എന്നെ നടത്തുന്നു. എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ള. സാധ്യമേ, എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ള. അസാധ്യമായ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൾക്ക് കുവൈറ്റിലോ ബഹ്റൈനിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവൾ പറയുന്നൊരു കാര്യം, എനിക്ക് ഈ മെഡിക്കൽ ഞാൻ തൂക്കുകയാണെങ്കിൽ എനിക്കൊണ്ടാണ് ലാഭങ്ങളെക്കുറിച്ച് അവൾ ചിന്തിക്കണത്. സാധാരണ മെഡിക്കൽ തോറ്റാൽ ആൾക്കാർ നഷ്ടങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കത്തുള്ളൂ. ഏജൻറ്റ് കാശ് കൊടുത്തു പോയി, ഇനി അയാൾ അതുകൊണ്ട് മുങ്ങുക, ഇനി തിരിച്ച് കിട്ടുക, റീഫണ്ടബിൾ ആണാ, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇവർ ചിന്തിക്കണം അങ്ങനെയല്ല. ഇവർ പറയണത്, ഈശോ ഈ മെഡിക്കൽ തോറ്റാൽ എനിക്കൊരു ലാഭമുണ്ട്. എന്താ കാര്യം? എനിക്ക് നാട്ടിൽ നിന്ന് ഒരു കുർബാന കൂടുതൽ കൂടാവുന്ന, ഇതാണ് വിഷയം. കാര്യം ഇവർ പോണ രാജ്യത്ത് കുർബാനയില്ല. അപ്പം അവർ പറയണത്, ഞാൻ ഒരു ദിവസം കൂടുതലാണ് ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്കെന്താ നേട്ടം? എനിക്ക് ഒരു കുർബാന കൂടുതൽ കൂടാം. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബന്ധവും റിലേഷനും ഒക്കെ വേറെ ലെവലിലേക്ക് പോവുകയാണ്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സങ്കടം വരുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുറയിൽ മാതാവിൻ്റെ ഈശോൻ്റെ രൂപത്തിൻ്റെ പറയുന്നിട്ട് ഇവർ സെൽഫി എടുക്കും ഇങ്ങനെ. അതാണ് വിഷയം. നമ്മളെ കൂട്ടുകാരുമായിട്ടല്ലേ സെൽഫി എടുക്കുന്നത്. അതായത് ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ ലെവലാണ് ഈ ലെവല്. അതായത് ആധുനിക കാലത്ത് മനുഷ്യൻ ആധുനികമായ സംവിധാനങ്ങളോട് ജീവിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അവരുടെ ആ റിലേഷനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്ക് സങ്കടം വിഷം വരുമ്പോൾ ഈ പണ്ടെടുത്ത സെൽഫി എടുത്ത് നോക്കും. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മളിങ്ങനെ റിലേഷനിലാണെന്ന് മനസ്സിലാകും. അതാണ് വിഷയം. ദൈവമായിട്ട് റിലേഷനിലായാൽ മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് ടേംസ് ആകാൻ എപ്പോഴും നമ്മൾ നോക്കത്തുള്ളൂ. ഇപ്പോൾ ഈ വിശുദ്ധിയുടെ മാനദണ്ഡം എന്നുള്ള ദൈവസ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം. ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വിശുദ്ധിയെ ഫോക്കസ് ചെയ്താൽ നമ്മുടെ കൂദാശകളും കാറ്റക്കിസും ഒക്കെ ചില സമയത്തെങ്കിലും ടെക്നിക്കലായിട്ട് വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക ജ്ഞാനമാണെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാങ്കേതിക ജ്ഞാനത്തേക്കാളുപരി ആത്മബന്ധത്തിൻ്റെ ഒരു സ്വകാര്യ സ്നേഹജ്ഞാനമുണ്ട്. അതെന്ന് പറയുന്നത് ഈ ദൈവസ്നേഹത്തിലൂടെയാണ് വിശുദ്ധി വർദ്ധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധിയെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരാണ്? കർത്താവിൻ്റെ ആത്മബന്ധമാണ് ഉണ്ടാക്കേണ്ടത്. ആത്മബന്ധം ഈശോയുമായിട്ട് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധി ഉണ്ടാകും. കാര്യം വിശുദ്ധി എന്ന് പറയണത്, ഹോളിനെസ് എന്നൊക്കെ പറയണത് ദൈവസ്നേഹത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് ഉൽപ്പന്നമായിട്ട് വരണതാണ് ഈ വിശുദ്ധി എന്ന് പറയണത്. അപ്പോൾ ദൈവസ്നേഹമാണ് വിഷയം. അപ്പോൾ ദൈവസ്നേഹത്തിനുള്ള ഗുണം, ദൈവസ്നേഹത്തിൻ്റെ കറക്റ്റ് അനുഭവത്തിലേക്ക് ഉടമ്പടിയുടെ ശരിക്കും പക്കാ നിയോഗം എന്ന് പറഞ്ഞത് ദൈവസ്നേഹമാകണം. ഇന്നല്ലെങ്കിൽ നാളെ ആകണം മക്കളെ. ചിലപ്പോൾ ആദ്യകാലങ്ങളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം നിങ്ങൾ ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആളാണ്. ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വറുത്ത മണ്ണ് നിൽക്കുന്ന ആളാണ്. പ്രഥമമായിട്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ്? എന്താണ്? ആ മണ്ണിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്, അല്ലേ? ചൂടുവെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്. അത് ഉടമ്പടി ഫസ്റ്റ് എയ്ഡ് നടക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ഒരു 10-60% ആൾക്കാർ. എന്നുവെച്ചാൽ ആ വസ്തു വിറ്റാൽ ഓക്കെയാണ്, തീർന്ന പരിപാടി. ഇപ്പം അനില അങ്ങനെയല്ല പറയണത്. അനില ഉടമ്പടി എടുത്തുമ്പോൾ ആദ്യം ഞാൻ 90 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. 90 ദിവസം കഴിയുമ്പോൾ പിന്നെ ആ റിലേഷൻ എനിക്ക് പഴയതുപോലെ ആകാവില്ല എന്ന് വിചാരിക്കും. ഇത് അനില മാത്രമല്ല, എല്ലാവരുടെ മനസ്സിലുള്ള ഒരു മനസ്സിരിപ്പാണ്. 90 ദിവസത്തെ പരിപാടിയിലേ ഉള്ളൂ. ജയിച്ചാലും തോറ്റാലും നമുക്ക് പുറത്തു വരാനില്ല എന്ന് പറ്റും. പക്ഷെ 90 ദിവസത്തെ പരിപാടി അല്ല ഇത്. സത്യസന്ധമായിട്ട് ദൈവത്തെയാണ് നീ അന്വേഷിക്കണമെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. എന്താ കാര്യം? ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പൗലോസ് ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് പറഞ്ഞത്, ഈ ആപത്ത് വന്നാലും ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയും, നഷ്ടം വന്നാലും ഐ ഡോണ്ട് മൈൻഡ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ കഴിയും? ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 8:35 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:35. റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കും, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നത്. ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നതും മനുഷ്യനെ നിരീശ്വരന്മാരാക്കുന്ന സാധനമാണ് ഇതെല്ലാം. ഈ നിരീശ്വരവാദം വന്നതെങ്ങനെ ഇവിടെ? ഇതുപോലെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത്. എന്തൊക്കെയുണ്ട്? ഈ നിരീശ്വരവാദമോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസക്കുറവോ വിശ്വാസ അപാചയം വരണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഒന്ന് വായിച്ച്. ക്ലേശങ്ങൾ വരുമ്പോൾ വിശ്വാസം തന്നു പോകും ശരിക്കും. അപ്പോൾ അത് അധർമ്മം വർദ്ധിക്കുമ്പോൾ, ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കൊണ്ടും ഉണ്ടാകല്ല, അധർമ്മം കൊണ്ടും ഉണ്ടാകാം. അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മം വർദ്ധിക്കുമ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ കുരിശോളം വലുതാകണേ നിന്റെ സ്നേഹത്തിൻ നിഴലാകണേ എന്നെ കുരിശോളം വലുതാകണേ നിന്റെ സ്നേഹത്തിൻ നിഴലാകണേ. മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. പലരുടെയും എന്നല്ല, എല്ലാവരുടെയും എന്ന് പറഞ്ഞിട്ടില്ലേ. ചില അപ്പാവികളുടെ ദൈവസ്നേഹമാണ് തണുത്തു പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അധർമ്മം വർദ്ധിക്കും. അധർമ്മം എന്ന് പറയണത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പല വീടുകളിൽ അധർമ്മം അനുഭവിക്കുന്നത് ഒത്തിരി പേരുണ്ട്. കാര്യം വീടുകളിൽ പലതരത്തിലുള്ള അധർമ്മം വരും. ചിലപ്പോൾ മൂത്ത മകന് ഓടായിരിക്കും ഈ അപ്പനും അമ്മയ്ക്കൊക്കെ സ്നേഹം. അപ്പോൾ ഇളയവനും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പാഴ്സൽ ചെയ്യാൻ അവർ നോക്കും. ചിലപ്പോൾ മൂത്ത മരുമകൾ വന്നിട്ട് ഇവരെല്ലാത്തിനെയും കയ്യിലെടുക്കും. അപ്പനെയും അമ്മനെയും ഒക്കെ അവർ പാക്ക് ചെയ്യും. ഇളയ മരുമകൾക്ക് അത്രയും ചാതുര്യം ഉണ്ടാകത്തില്ല. അവർ നീതി ബോധമായിട്ട് ജീവിക്കണമെങ്കിൽ ആൾക്കാരെ സോപ്പിടാനൊന്നും അറിയാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ സോപ്പിടുന്നതിൻ്റെ കൂടെ അവർ സോപ്പിട്ട് പതപ്പിച്ച് ഈ ആൾക്കാരെയും കൊണ്ട് പോകും. അപ്പോൾ അവരുടെ സ്വത്തും മകവും കാര്യങ്ങളെല്ലാം അവർ സോപ്പിട്ടെടുത്ത ആൾക്കാരുടെ കിട്ടും. അപ്പോൾ ഇവർക്ക് ചിലപ്പോഴും കുഞ്ഞിനൊരു ഉടുപ്പ് മേടിച്ച് കൊടുക്കാൻ പോലും ചില സമയത്ത് കഷ്ടപ്പെടും. ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ആരും ഉടുപ്പുണ്ട ക്രിസ്മസ് അല്ലേ വരണത്, അങ്ങനെ ഒന്നും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അപ്പനും അമ്മയും ചോദിക്കത്തില്ല. പക്ഷേ അവരുടെ മക്കളുടെ അവർക്കിഷ്ടമുള്ള മക്കളുടെ കാര്യത്തിൽ ചോദിക്കാൻ നമുക്ക് കേൾക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊന്തയില്ലോ പറയും, ഈ പന്നി കൊന്തയിലിട്ട് വല്ല കാര്യമുണ്ടാകും, ഇവരുടെ കയ്യിരിപ്പ് ഇത്രയും മോശമില്ല, അധർമ്മം വർദ്ധിക്കണില്ലേ വീട്ടിൽ. മനസ്സിലായില്ലേ? ഇപ്പം അമ്മച്ചിക്ക് മൂത്ത മകളോടാ അല്ലെങ്കിൽ മരുമകളോടാണ് ഇഷ്ടം. അപ്പോൾ അവർ ഇവരുടെ സ്വത്തെല്ലാം അവിടെ കൊടുക്കുക. ഇവരെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് പറഞ്ഞതല്ലേ, അത് മേടിക്കേണ്ടതല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുങ്ങൾ ചോദിക്കും, ദൈവമേ നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, നമ്മുടെ കാര്യം ചോദിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ഈ ആ വല്യമ്മ തള്ളേനെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പാ എന്ന് വിളിക്കണത്. പിന്നെ ഇവരെ വിളിച്ചാൽ പന്നി പോകുമെന്ന് പറയും. അധർമ്മം വർദ്ധിക്കണതാണ് വീട്ടിലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടാകണം മക്കളെ, എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുടുംബത്തിലുണ്ടാകണം ഇതുപോലെയുള്ള വിഷയങ്ങൾ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. എന്നുവെച്ചാൽ എന്താണ്? നിങ്ങൾ ദൈവത്തിരുസ്ഥന് ഇതിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അപ്പോൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്താ പറയണത്? 24:10 എന്താ പറയണത്? സ്നേഹം തണുത്ത് പോകും. പക്ഷെ അതൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ സ്നേഹം തണുത്ത് പോണതാണോ എന്നറിയാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ഈ വലിയമ്മ തള്ളയെ വെച്ചുകൊണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണതായിരിക്കും. ചിലപ്പോൾ മരുമക്കളെ വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. വലിയമ്മ തള്ള കാലം ഇപ്പോഴേക്ക് കയറേണ്ട കാര്യമില്ല. അതിനേക്കാൾ വലിയ ബെസ്റ്റല്ലേ മരുമക്കൾ വന്ന് ലാൻഡ് ചെയ്യണവർ. അപ്പോൾ ഇവർ ഓരോരുത്തർക്ക് നമ്മൾ നോക്കുമ്പോൾ ആകപ്പാടെ ഒരു പെശകാണ്. പ്രാർത്ഥന വേറെ, പ്രവർത്തനം വേറെയാണ് കുടുംബത്തിൽ. അത് കാരണം പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിശ്വാസമില്ല. ഇളയ മരുകൾ എന്തിനാണ് കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കുന്ന നടക്കുന്ന സമയത്ത് കൊച്ചിനെ നുള്ളി നോവിച്ച് നിലവിളിപ്പിച്ചാൽ എന്തിനാണ് അവൾ പുറത്ത് പോണത്? അവൾക്ക് ഇതിനോടൊരു പ്രതിഷേധമാണ്.
ഇളയ മരുമകളെ ആ കൊച്ചിനെങ്ങനെ പാൽ കൊടുത്ത് വെറുതെ പുറകെ കിടന്ന കൊച്ചിനെ എടുത്ത് നുള്ളു ഇരുട്ടത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കാഹിന്ന് പറഞ്ഞാൽ നിലവിളിക്കും. ഉടനെ ഓരോരോ പറഞ്ഞ് ഇവിടെ ചാടി പുറത്ത് വീഴും. അവളുടെ മനസ്സിരിക്കണത് എന്തിനാണ്? ഈ പണ്ടാരത്തിലൂടെ പ്രാർത്ഥിക്കണം നല്ലത്, ഒറ്റക്ക് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കും. അധർമ്മം വർദ്ധിക്കുന്നുണ്ട, അത് വർദ്ധിപ്പ് ദൈവസ്നേഹം തണുത്തു പോവുകയാണ്. ഇത് കുറേ മനുഷ്യരുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പല ദൈവസ്നേഹം അളക്കണതും തൂക്കണതും അത് വെരിഫൈ ചെയ്യണതെല്ലാം വീട്ടിലുണ്ടാകുന്ന ചില ചിലവർ ഇവരെന്തിനാ കുർബാന സ്വീകരിക്കണത്? ഇവർ വീട്ടിൽ വന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും ആ നാട്ടിൽ നിന്ന് ഓടിക്കളയെന്ന് പറയും. കാര്യം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തു പോയിരിക്കുന്നത്. വീട്ടിൽ കാണിക്കുന്ന അപ്പം നിങ്ങൾ ഉടമ്പടിയിലാകുമ്പോൾ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടിയിലൊരു വാക്കുണ്ട്, യശ്രൂം. കഴിഞ്ഞ ദിവസങ്ങളിലെ ജോസ്നയുടെ സാക്ഷ്യങ്ങളാണത് ഞാൻ കണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെഡിക്കലിൽ നിൽക്കുകയാണ്. ആദ്യത്തെ മെഡിക്കൽ പൊട്ടിപ്പോയി, നടുവ് വളഞ്ഞിരിക്കുകയാണ്, എല്ല് വളഞ്ഞിരിക്കുകയാണ്, പൊട്ടിപ്പോയി. ആ പൊട്ടിയ വളഞ്ഞ നടുവെല്ലും കൊണ്ട് തന്നെ വീണ്ടും മെഡിക്കലിൽ നിൽക്കുമ്പോൾ കർത്താവ് അവളോട് കുറേ വാക്കുകൾ പറയും. കർത്താവിനോട് അവൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീസസ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ കയറിപ്പോവും, ചിലപ്പോൾ ഞാൻ വീണു പോകും. ഒരു കാര്യം നമ്മളൊരു ധാരണ വേണം, ഞാൻ തോറ്റാലും വീണാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു ഉടച്ചിലും ഉണ്ടാകത്തില്ല, ഒരു പോറൽ പോലും ഏൽക്കത്തില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഇവിടെ നാവിലേക്ക് പറയും, ഭയങ്കര ഒരു വചനം കൊടുക്കും, അഭിഷേക വചനമെന്ന് പറയും. അത് ഈ ജീവിതത്തിൽ 1-2 അഭിഷേക വചനങ്ങളെങ്കിലും നമുക്ക് കിട്ടണം. എന്നുവെച്ചാൽ അഭിഷേകം വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് പോയിന്റിൽ ദൈവം നൽകുന്ന ഒരു കൈ ഇങ്ങനെ നീളുക. ഇപ്പം നമ്മൾ ചെളിയിൽ മുങ്ങിപ്പോവുകയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ചുറ്റും ആരുമില്ല, അപ്പോഴാണ് ഒരു കൈ നീണ്ട് വന്നതെന്നുണ്ടെങ്കിൽ ആ കൈയൊക്കെ നമ്മൾ പിടിക്കത്തില്ലേ? അതുപോലെയാണ് ഈ അഭിഷേക വചനത്തിൻ്റെ സംഭവം. ഇവളുടെ സത്യസന്ധത ഡിക്ലെയർ ചെയ്ത്, എന്താണ്, ഞാൻ എൻ്റെ നടുവെല്ല് വളഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം, അപ്പം ഞാൻ മെഡിക്കലിന് തോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ തോറ്റാലും ഒരു കാര്യം സത്യമാണെന്ന് എനിക്കറിയാം, എന്താണ്, നമ്മളുടെ റിലേഷന് ഒരിക്കലും ഒരു ഉടച്ചിൽ വരുത്തില്ലെന്ന് പറയും. ഇത് വരുമ്പോൾ ഇവളെ കർത്താവ് യശ്രൂം എന്ന് വിളിക്കും. യശ്രൂം എന്താ അർത്ഥം? എന്താ? എന്നിട്ട് ഇവളോട് പണ്ട് ഇവൾ പഠിച്ച വചനം ആത്മാവ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. എന്താ പറയുന്നത്? അത് ഭയങ്കര രസമാക്കി കേൾക്കാൻ. നിയമാവർത്തനത്തിൻ്റെ 33:26 എടുത്തേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 33:26. യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതാണ് സംഭവം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുന്നതിന് പകരം പറയണ യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അതിങ്ങനെ പണ്ടെവിടെയോ അവൾ മനസ്സിൽ സൂക്ഷിച്ചൊരു സാധനം ഈ ഒരു ഡേഞ്ചറസ് ജംഗ്ഷനിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നൊരു കൈ പോലെ കൊടുക്കുകയും, യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ലെന്ന് വെച്ചാൽ നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത വചനം എന്താ? നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. മേഘത്തിന്റെ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ മഹത്വപൂർണനുമായ, ആരാധ്യനായ, അജയനായ, അശരൂഢനായ, മേഘസമാഹകനായി കർത്താവ് വരികയാണ് ഇവളുടെ ജീവിതത്തിലോട്ട്. യശ്രൂം, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. അപ്പം യശ്രൂം എന്ന് വിളിക്കുന്നത് എന്താ കാര്യം? അതൊരു ഓമന പേരാശരിക്കും. യശ്രൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ ദൈവം വിളിക്കണ ഓമന പേരാ. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറേ അർത്ഥങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ നീതീകരിക്കപ്പെടുകയും ആ വിശുദ്ധ രക്തത്തെ ഓർത്തുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തിൻ്റെ ഒരു സ്പിരിച്വൽ പേറ്റൻ്റായി മാറുന്നു, ആത്മീയ സ്വത്തവകാശമായി മാറുന്നു. അത് ഭയങ്കര വല്ലാത്തൊരു കൺസെപ്റ്റാണ് യശ്രൂം. ബൈബിളിൽ 2 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നുവെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളിലും ദൈവം ഉദ്ദേശിക്കുന്നത് നീതീകരിക്കപ്പെട്ട ദൈവ പൈതൽ, നീതി പൈതൽ. അതാണ് ഞാൻ നീതി പൈതൽ എന്ന് തർജ്ജമ ചെയ്തത്. യശ്രൂം, നീതി പൈതൽ. നീതി പൈതൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും
കർത്താവിൻ്റെ പദ്ധതികളും കർത്താവിൻ്റെ വഴി നടത്തലുകളും അത് നമുക്ക് തിന്മയും അതുപോലെ തന്നെ ക്ലേശങ്ങളും ഉണ്ടാക്കിയാലും പരിശുദ്ധ അമ്മയെപ്പോലെ അത് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിച്ച് ഏതെല്ലാം ക്ലേശങ്ങളെ പോകുമ്പോഴും ആ ലെവൽ ഡാമേജ് ആകാതെ നിർത്തുന്നതാണ് യശ്രോം, നീതി പൈതൽ എന്ന് പറയുന്നത്. അതാണ് ഇവൾ പറയണത്. ഇവൾ ആദ്യം പറഞ്ഞ ഇതാണ്, എൻ്റെ നട്ടെല്ല് വളഞ്ഞതാണ്, ഞാൻ ഈ മെഡിക്കലിനെ തോക്കും. അങ്ങനെ തോറ്റാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു പോറലും ഉണ്ടാകത്തില്ല. അപ്പോഴാണ് ദൈവം വിളിക്കണം യശ്രോം, ഇതാണ് നീ. എന്താണ്? നീ നിൻ്റെ വിശ്വാസത്താൽ, ആ വിശ്വാസത്തിന് ഉത്ഭുതമാകുന്ന ദൈവസ്നേഹത്താൽ നീ എന്നെ, അതായത് ആ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി നീ ലോകത്തെയും ജീവിതത്തെക്കാളും വലുതായി ദൈവത്തെ കാണുന്നൊരു വ്യക്തിയാണ് നീതി പൈതൽ എന്ന് പറയുന്നത്. ആ നീതി പൈതലാണ് പറയണത്. ഒരു പൗലോസ് അപ്പോസ്തലൻ നീതി പൈതലേക്ക് വരുന്ന ഒരു ദൂരമുണ്ട്. ശരിക്കും ഉടമ്പടിയുടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ChatGPT, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെർപ്ലസിറ്റി, അങ്ങനെയുള്ള ആപ്പുകളോട് ഞാൻ ചോദിച്ചു വാട്ട് ഈസ് യശ്രോം എന്ന് ചോദിച്ചു. അപ്പോൾ യശ്രോം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ദർ ഈസ് നോ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ യശ്രോം ആൻഡ് കവനൻ്റ് എന്ന് പറയും. വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നതും യശ്രോവും തമ്മിൽ ബന്ധമില്ലെന്ന് പറയും. അപ്പോൾ പരിശുദ്ധാൻ പറയും യവന്മാർക്ക് അത്രയും അമ്മമാർ പഠിച്ചിട്ടില്ല, ബന്ധമുണ്ടെന്ന് പറയും. എന്താ കാര്യം? ഈ കവനൻ്റ് പോണത് യശ്രോമിലേക്കാണ് പോണത്. കവനനിലേക്ക് എന്താ വിളിച്ചിരിക്കണത്? അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കാരണം കർത്താവിൻ്റെ തിരുസ്ഥാനിൽ കണ്ണീരിൻ്റെ കഥകൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് നിക്കക്കള്ളിയില്ല, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് സമാധാനം ഉണ്ടാക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോഴുണ്ട് ഇവിടെ ഈ ജസിനെ പോലെയുള്ള ആൾക്കാരൊന്നും പറയണം ഇതൊക്കെയാണ് ശരിയാണ്, പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നം നീയാണെന്ന് പറയും. അതാണ് പ്രശ്നം, അതാണ് യശ്വറുമാകണത്. ഇതൊക്കെ ശരിയാണ്, എനിക്കിനി അടി ഒരു മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ നടുവ് നിവർത്തി തരാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇനി നടുവ് നിവർത്തി തന്നില്ലെങ്കിലും ഞാൻ നീയും തമ്മിലുള്ള ബന്ധത്തിന് എൻ്റെ പേരിൽ വിശ്വാസത്തിനോ പ്രാർത്ഥനാ ജീവിതത്തിനോ വിശുദ്ധ ജീവിതത്തിനോ ഒരു പോറലും ഉണ്ടാകത്തില്ല. ഉടനെ പരിശുദ്ധാത്മ പറയും യശ്വറും നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കാൻ വേണ്ടി വാനമേഘങ്ങളിൽ മേഘത്തെ ചിറയാക്കിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു എന്ന് പറയും. എന്നിട്ട് അത് ആ വചനം കിട്ടിയിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാൻ തുടങ്ങും. പിന്നെ ഇവിടെ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്താ? കർത്താവിൻ്റെ വരവ് ഇവളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ അത് ത്വരിതപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഈശോ പറയണത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിക്കില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 രാജാ മഹിമയോടെ വാനരേഖയിൽ എഴുന്നള്ള രാജാ മഹിമയോടെ വാനരേഖയിൽ എഴുന്നള്ള ക്ലേശം തീർക്കുക നിത്യം ക്ലേശം തീർക്കുക നിത്യം ഒരുമിച്ച് പാടുക എല്ലാവരും. മഹിമയോടെ വാനരേഖയിൽ എഴുന്നള്ള രാജാ മഹിമയോടെ വാനരേഖയിൽ എഴുന്നള്ള ക്ലേശം തീർക്കുക നിത്യം ക്ലേശം തീർക്കുക നിത്യം ലൂക്ക
18:8. ലുക്ക 18:8. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അത് വിഷയം അത് എന്ത് വിശ്വാസമാണ്? ഇപ്പം 18:8 ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഈ റിഫൈൻഡ് ഫെയ്ത്താണ് ഉദ്ദേശിക്കുന്നത്. ഉടമ്പടി ഉപയോഗിക്കുന്ന റോ ഫെയ്ത്ത് അല്ല. ഫെയ്ത്തിൽ തന്നെ റോ ഫെയ്ത്ത് ഉണ്ട്, റിഫൈൻഡ് ഫെയ്ത്ത് ഉണ്ട്. റിഫൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ടെസ്റ്റഡ് ഫെയ്ത്താണ്. റോ ഫെയ്ത്ത് എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയ കാരിസം ക്ലാസ്സിൽ കേട്ട വിശ്വാസമാണ്. റോ ഫെയ്ത്താണ്. ഈ റോ ഫെയ്ത്ത് എന്ന് പറയണത്, നമ്മൾ റോ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ക്രൂഡ് ഓയിൽ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് ക്രൂഡ് ഓയിൽ വെച്ചൊന്നും നമുക്ക് ഈ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. ഓടിക്കാൻ പറ്റുക? ക്രൂഡ് ഓയിൽ ഒഴിച്ചാൽ കാർ ഓടുക? ഇല്ല, ഓടത്തില്ല. അതിനെ ശുദ്ധീകരിച്ചിട്ട് അതിൻ്റെ ഡീസലോ പെട്രോളോ ആക്കി മാറ്റിയാൽ മാത്രമേ അത് റിഫൈൻഡ് ആക്കണം. ഓയിൽ റിഫൈനറി എന്നല്ലേ പറയുന്നത്, റിഫൈനറി. ഇതുപോലെ ഫെയ്ത്ത് റിഫൈനറി ഉണ്ട്. ആ സർവൈവ്ഡ് ആയിട്ടുള്ള ഫെയ്ത്ത് റിഫൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാതാപിതാക്കന്മാരിൽ നമുക്ക് വിശ്വാസം കിട്ടും. അവർ കത്തോലിക്കരായതും ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മളും ക്രിസ്ത്യാനികളായി പോകും. അത് റോ ഫെയ്ത്ത് എന്ന് പറയും. ആ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നിത്യരക്ഷ ഓക്കെയാണ്. പക്ഷെ ആർജിത കൃപയ്ക്ക് സഹായകരമല്ല. ട്രഡീഷണൽ ഫെയ്ത്ത്, റോ ഫെയ്ത്ത് ആർജിത കൃപയ്ക്ക്. ആർജിത കൃപയെന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ആർജിക്കുന്ന കൃപയാണ്. ആർജിക്കുന്ന കൃപയെന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഫെയ്ത്താണ്. റിഫൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? അഗ്നിപരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. അതാണ് റിഫൈൻഡ് ഫെയ്ത്ത്, അതിജീവിത വിശ്വാസം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 1 പത്രോസ് 1:7. 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന. അതാണ് കേട്ടാ പറഞ്ഞ അഗ്നിശോധന പറഞ്ഞ കണ്ടില്ലേ? അല്ല, മാതാപിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യ വിശ്വാസം കിട്ടിയാൽ അത് റോ ഫെയ്ത്താ. ഇനി ഇതിന് എന്ത് ചെയ്യണം? അഗ്നിശോധനകളാണ്, വേറെ മാർഗമൊന്നുമില്ല. കുളിച്ചാൽ ശരിയാകത്തില്ല. തീ തന്നെ വേണം ഇതിന് സംഭവം. അഗ്നിശോധന വേണം. അഗ്നിശോധന എന്ത് ചെയ്യണം? അതിജീവിക്കുകയും ചെയ്യണം. അഗ്നിശോധന കത്തിപ്പോയാൽ പോയി. അഗ്നിശോധനയെ പറഞ്ഞ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന. 1 പത്രോസ് 1:7. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പരീക്ഷകളെ അതിജീവിക്കണത് വിശ്വാസമുണ്ട്. പിന്നെ പരീക്ഷകളെ അതിജീവിക്കുന്ന പ്രത്യാശയുണ്ട്. പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവസ്നേഹമുണ്ട്. ഈ പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ നിലവാരത്തിലേക്കാണ് ഈ ജോസിന വളർന്നു വന്നിരിക്കുന്നത്. എന്താ പറയണത്? ഇവളെ കർത്താവുമായിട്ട് സെൽഫി എടുത്ത് സങ്കടം വരുമ്പോൾ ഈ സെൽഫി നോക്കി ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നയാളാണ്. അപ്പോൾ അവൾ നേരത്തെ പറയുകയാണ്, എങ്ങാനും ഞാൻ എൻ്റെ നട്ടിൽ വളഞ്ഞിരിക്കണ കാരണം എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ് ഞാൻ എൻ്റെ പേരിൽ നിൻ്റെ അടുത്ത് വാക്കിടാനോ വഴക്കുണ്ടാക്കാനോ പ്രാർത്ഥന കുറക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. അത് നേരത്തെ പറയണം. അതാണ് വിഷയം. മുൻകൂർ നടന്നിട്ട് പറയണം, നേരത്തെ പറയുകയാണ്. ജാമ്യം എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കലിന് തോക്കണത് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കത്തില്ല. അതാണ് ഈ അതിജീവിത ദൈവസ്നേഹം എന്ന് പറയണത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും പല ആൾക്കാരും വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും ഒന്നും ദൈവം അംഗീകരിക്കണില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദൈവം ഈ റോ ഫെയ്ത്ത് ആണെങ്കിൽ ഇപ്പം അപ്പന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കാരിസ്യത്തിൽ കിട്ടിയ വിശ്വാസമാണെങ്കിൽ ദൈവം പറയും ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മുതൽ മുടക്കമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിക്കും. അത് ഭയങ്കര ചോദ്യമാണ്. അപ്പൻ്റെയൊക്കെ കിട്ടിയ വിശ്വാസമാണെന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കും വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറയും ബബ്ബ ജപ ഒരു സാധനം ഇല്ല എൻ്റെ അകത്ത്. അത് ഭയങ്കര ഗതികെട്ട ജീവിതമാണ്. നീ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഈ വിശ്വാസം കൊണ്ട് അപ്പനുണ്ടാക്കിയ വിശ്വാസം മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി അടുത്ത ടെസ്റ്റൊന്നും എഴുതാൻ പറ്റത്തില്ല. യു ആർ നോട്ട് എലിജിബിൾ. അതാണ് വിഷയം. കാര്യം 15 വയസ്സ് വരെയൊക്കെ ഓക്കെയാണ്. 12 വയസ്സാണ് സുവിശേഷത്തിലെ വയസ്സെന്ന് പറയണത്. കർത്താവ് തർക്കിക്കാൻ പോയത് എന്നാണ്. 12 വയസ്സിലല്ലേ.
ഇപ്പം 12 വയസ്സാണ് ഇതിൻ്റെ അകത്ത് ഒരു ഈ അപ്പൻ്റെ അമ്മയുടെയും വിശ്വാസം സൂക്ഷിക്കാൻ പറ്റുന്നൊരു കാലം. 13-ാം വയസ്സിൽ നീ കയറിക്കഴിഞ്ഞാൽ സ്വന്തം വിശ്വാസം വെക്കേണ്ടി വരും. നീ പ്രാർത്ഥിക്കുക, പറയും നിൻ്റെ വിശ്വാസം വെക്കാൻ പറയും. എൻ്റെ വിശ്വാസം ഒന്നും ആയില്ലെന്ന് പറയും. എന്താ കാര്യം? അതായത് നിൻ്റെ വിശ്വാസം നിനക്ക് വേണമെങ്കിൽ 1-ാം ക്ലാസ് മുതൽ വെക്കാവുന്നേ ഉള്ളൂ. കാര്യം 1-ാം ക്ലാസ്സിൽ നിൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞിനെ നിന്നേക്കാൾ നീ പഠിച്ചിട്ടും അത്രയും മാർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ നിന്നെ 1 മാർക്ക് വെച്ച് നിന്നെ ആക്കാൻ നോക്കുകയും നിൻ്റെ ക്ലാസ് ടീച്ചർ ചിലപ്പോൾ നിന്നെ ഇഡിയറ്റ് ബസ്റ്റാർഡെന്നൊക്കെ വിളിക്കും മാർക്ക് കുറയുമ്പോൾ. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സിലൊരു 90% മാർക്കുള്ള 5 പിള്ളേരുടെ കൂട്ടത്തിൽ നിന്നെ അവർ പെടുത്തിയിട്ടുണ്ട്. അത് നീ അത് വരാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ തോന്നിയ മാസം വിളിക്കണത്. അവരുടെ ഉള്ളിലൊരു സ്നേഹവും ഒരു കരുതലും ഒക്കെ ഉണ്ട്. പക്ഷേ അത് അവർ പ്രകടിപ്പിക്കണ തക്ക വിളിച്ചുകൊണ്ടായിരിക്കും. അത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ 1-2 ക്ലാസ്സിനെ എവിടെയെങ്കിലും തോറ്റാലും എൻ്റെ മക്കൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് ഒരു ഇൻസിഡൻ്റ് അനന്തരമായിട്ടുള്ള ആത്മീയത, ഒരു വിഷയാനന്തരാത്ത ഇപ്പം വിഷയാനന്തര ആധ്യാത്മികത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം അവശേഷിക്കുന്ന നിങ്ങളുടെ അപ്പൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു. ഇതൊക്കെ നേരത്തെ നിങ്ങളെ അപ്പനും അമ്മയും ആവട്ടെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആദ്യമേ തന്നെ ബോധവും ബുദ്ധിയുള്ളപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആൾക്കാരെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ്. ക്ലിയർ? ആദ്യമേ ചിന്തിക്കണം നമ്മൾ. ഇപ്പം ഞാൻ എൻ്റെ അപ്പനും അമ്മയും കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കരമായ ഒരു വിഷമ കാലത്ത് ജീവിക്കുകയാണ്. ഇപ്പം ഞാനപ്പം 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അപ്പനും അമ്മയും ഉണ്ട് കൂടെ. അപ്പോൾ ഞാൻ പറയും നമുക്ക് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് നല്ല വീടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും സാരമില്ല, ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾക്ക് സിമിത്തേരി നല്ല വീട് കെട്ടിത്തരാമെന്ന് പറയും. എന്നിട്ട് അപ്പനത് ഒരു 4-5 കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം പറഞ്ഞു കേട്ടല്ലേ എനിക്ക് സിമിത്തേരി വീട് കെട്ടാമെന്ന് പറഞ്ഞിരിക്കണമെന്ന്. പക്ഷേ എനിക്കും ഈ ആൾക്കാർ മരിക്കുന്നതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. 10-ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അപ്പം മരിച്ചുപോയി. നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യവും പറഞ്ഞുകൊണ്ട് പിന്നെ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കും. ഈ ഒരു സാധനത്തെ നിർത്തി കത്തിക്കും ദൈവം. കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷയം അതായത് ഈ വന്നു കയറിയ ആൾക്കാർ എപ്പോഴായാലും ഇറങ്ങിപ്പോകും. ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാ കാര്യവും അങ്ങനെയാണ്. സൗന്ദര്യം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും. എന്തെല്ലാം ആർജിച്ചിട്ടുണ്ടോ അതെല്ലാം ഇറങ്ങിപ്പോകും. നമ്മളെങ്ങനെ പിടിച്ചു വെച്ചാലും ഇറങ്ങിപ്പോകും. അപ്പം അതുകൊണ്ട് ഈ സാധനം ഇറങ്ങിപ്പോകുന്ന ആദ്യമേ നമ്മൾ കൗണ്ട് ചെയ്താൽ പ്രശ്നം തീർന്ന്. വന്നവരെല്ലാം പോകേണ്ടവരാണെന്ന്, വന്നതെല്ലാം പോകേണ്ടതാണെന്ന് ഒരു ധാരണ ഉണ്ടാകണം. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ മേക്കെട്ട് കയറരുത്. കുറേ പന്നികളുടെ സ്ഥിരം ബിസിനസ് ഇതാണ്. എന്തെങ്കിലും ഇടറുണ്ടായാൽ ഉടനെ പ്രാർത്ഥന മുടക്കും, ഉടനെ പള്ളിപ്പോക്ക് മുടക്കും, ഉടനെ കുമ്പസാരം മുടക്കും, ഉടനെ കുർബാന മുടക്കും. അപ്പം തോറ്റില്ലേ നമ്മൾ? ദൈവം എന്താണ് കൊതിക്കണം നിങ്ങൾക്കറിയാവോ? ദൈവം കൊതിക്കണത് ഇത് കഴിഞ്ഞിട്ട് എന്താണ് പെർസിസ്റ്റ് ചെയ്തിരിക്കണത്. ഈ ശോധന കഴിഞ്ഞതിന് ശേഷം, ഈ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം അതിജീവിച്ചിരിക്കണത് എന്താണെന്ന് നോക്കൂ. എൻ്റെ ദൈവവേദന അതിൽ ഒത്തിരി ആൾക്കാരും. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഈ കണ്ട ആൾക്കാരെല്ലാം കൂടി തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നതും വ്യാഖ്യാനിച്ചിരിക്കുന്നതും ഈ പറഞ്ഞ അന്ത്യകാലങ്ങളിൽ കർത്താവ് വരണ കാര്യം. അന്ത്യകാലങ്ങൾ വരണ മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ടെസ്റ്റ് ചെയ്യണത് വിശ്വാസമായിരിക്കും. ദൈവം എങ്ങനെയും വരാമല്ലോ ദൈവത്തിന്. നിനക്കൊരു പ്രൊമോഷൻ തന്നുകൊണ്ട് നിനക്ക് ദൈവത്തിന് വരാം. നിനക്ക് തരാനുള്ള പ്രൊമോഷൻ കളഞ്ഞുകൊണ്ടും ദൈവത്തിന് വരാം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്, ജോസിനെ അങ്ങനെ പറയണത്. ഞാൻ വളഞ്ഞ നഷ്ടത്തിലുമായിട്ടാണ് ഞാൻ ടെസ്റ്റും കഴിഞ്ഞ് ഇറങ്ങണമെങ്കിലും നമ്മളുള്ള സ്നേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറയും. എന്താണ് ആ വിശ്വാസം, ആ സ്നേഹം? അതുപോലെ തന്നെ കാര്യം എൻ്റെ സ്നേഹം, നമ്മളുള്ള സ്നേഹം എൻ്റെ വളഞ്ഞ നഷ്ടലിൽ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഇരിക്കണത്. അത് നമ്മളുള്ള ആന്തരികമായ ബന്ധമാണത്. ഇതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയണത്. എൻ്റെ ദൈവത്തിൽ ഇതുപോലെ ഇപ്പം എന്ത് സംഭവം എന്നറിയാവോ? ഉള്ള എക്സ്റേ മുഴുവൻ വളഞ്ഞ നട്ടലോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് 2 റിജക്റ്റായി. മൂന്നാമത്തെ കയറാൻ പോകുമ്പോഴാണ് ഈ ഡയലോഗ് ഫിറ്റ് ചെയ്യണത്. പക്ഷേ ഇവിടെ ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ നട്ടല് നേരെയാകും. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ദൈവത്തിനൊന്നും അസാധ്യമല്ല.
പക്ഷേ ഇവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുണ്ട്. ഇവൾ ഈ ഡയലോഗ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ സംഗതി അവൾ ജയിച്ചു. അവിടെ വളഞ്ഞ നട്ടല് നേരെയായി. എന്താ കാര്യം? ഈ വിഷയത്തിൻ്റെ പേരിൽ എൻ്റെ നട്ടല് വളഞ്ഞിരുന്നാൽ പോലും നമ്മളുടെ സ്നേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന്. അപ്പോൾ ഉടനെ എന്താ പറയുക? യഷ്റൂം എന്ന് വിളിക്കും. യഷ്റൂം, ഇതാണ് യഷ്റൂം. എന്താ കാര്യം? എന്താ? നീ എന്നെ കിട്ടിയ ഭൗതിക ആനുകൂല്യങ്ങളുടെ ഏറ്റക്കുറച്ചിൽ വെച്ച് നീ എന്നെ അളന്നില്ല യഷ്റൂം. നിൻ്റെ സ്നേഹം നിൻ്റെ ഭൗതിക ആനുകൂല്യത്തൊക്കെ വലുതായി നീ എന്നെ കണ്ടു. അതുകൊണ്ട് വാനമേഘങ്ങളിലൂടെ മേഘത്തിന് ചിറക് വീശി നിൻ്റെ കൈ പിടിക്കാൻ നട്ടല് നേരെയാക്കാൻ ഞാൻ വരുന്നു. ആ അഭിഷേക വചനം ഇങ്ങനെ തിരിച്ചു വരികയും, ഈ അഭിഷേക വചനം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അനോയിൻറ്റഡ് വേർഡ് കിട്ടണം. അനോയിൻറ്റഡ് വേർഡ്. അഭിഷേക വചനത്തിൻ്റെ പ്രത്യേകത, ഉടമ്പടിക്കാരോടെ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാര്യം ഇന്നത്തെ കാലത്ത് ആധ്യാത്മികത അവസാന വാക്കാണ് ഉടമ്പടി. മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ചുമൊക്കെ ഐതിഹാസികമായ സുവിശേഷ സാക്ഷ്യം ഇന്ന് നിറവേറ്റിയ സാക്ഷ്യം പറയണ ആരാണ്? ഉടമ്പടിയിലുള്ള ആൾക്കാരെ പറയണത്. അവർക്ക് ഭയങ്കര സാധ്യതയാണുള്ളത്. എന്താ കാര്യം? അവർ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ സ്നേഹിച്ചും സുവിശേഷ സാക്ഷ്യം പറഞ്ഞുകൊണ്ടും ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് വരണത്. ഈ മുന്നേറ്റത്തിലും വരുന്ന ആൾക്കാർ പറയുന്ന വാക്കുകളൊക്കെ ചില സമയത്തൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച് കളയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന കുറേ രീതികളുണ്ട്. അതിലൊന്ന് അഭിഷേക വചനമാണ്. അഭിഷേക വചനം ഇപ്പം നമ്മൾ സുഗന്ധാഭിഷേകം എന്ന് നമ്മൾ പറയും അല്ലേ, അതും ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ മാർഗ്ഗമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ദൈവം നമ്മൾ വസിക്കുന്ന സംഭവമാണ് അഭിഷേക വചനം. അഭിഷേക വചനം എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ദൈവത്തെ സ്നേഹിച്ചും, ഇപ്പോൾ അരമണിക്കൂർ ഉടമ്പടി വചനം വായിക്കണമല്ലോ. ചില ആൾക്കാർ 1 മണിക്കൂർ വായിക്കും, ചില ആൾക്കാർ 5 മിനിറ്റ് വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് വീട്ടിൽ പോകും. അതാ വിഷയം. പലരും പല രീതിയിലാണ് കാണുന്നതേ. അപ്പം ചിലർ പറയും ഞങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ചെയ്യാനാണ്, നിങ്ങളാണ് ഇതൊക്കെ പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കണം, നിങ്ങൾ അതൊന്നും കണ്ടുപിടിച്ചതല്ല. പണ്ട് ചെയ്തോ ഇപ്പം ചെയ്തോ അല്ല പ്രശ്നം, എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം, എങ്ങനെ ചെയ്തു എന്നാണ് വിഷയം. ഓരോ വചനം കേൾക്കുമ്പോഴും ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സംസാരം തക്ക സമയത്ത് നമ്മൾക്ക് ഉപകരിക്കാൻ വേണ്ടി അത് അനോയിൻറ്റഡ് വേർഡ് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കും. എന്നിട്ട് സമയമാകുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരും. സമയമാകുമ്പോഴാണ് അത് ഓപ്പണായിട്ട് വരണത്. നിങ്ങളുടെ ന്യായാധിപ സംഘം നിൽക്കുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട. നിങ്ങൾ പറയേണ്ടത് എന്താണ്, ആ സമയത്ത് അറിവ് നൽകും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സുവിന കാണാലോ. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സുവിന കാണാലോ. തേജസ്സുവിന കാണാലോ. രാജാവേ രാജാ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളണം. രാജാവേ രാജാ മഹിമ